ഹായ് ഗൈസ്, രാജേഷ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് അവണങ്ങാട്ട് ടെമ്പിളിലേക്ക് പോകാം. അപ്പോൾ അതിനോടനുബന്ധിച്ച് കുറേ അമ്പലങ്ങളുണ്ട്, അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ചെമ്മണ്ട അമ്പലം, കൊമരഞ്ചിറ അമ്പലം, പിന്നെ പോണ വഴിയിൽ കുറേ അമ്പലങ്ങളുണ്ട്, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ അവണങ്ങാട്ട് പോവുകയാണ്. അപ്പോൾ അവണങ്ങാട്ട് പോണ വഴിയാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ പോണ വഴിയിലാണ് ചെമ്മണ്ട അമ്പലം. ചെമ്മണ്ട അമ്പലം അതിൻ്റെ വീട് ഇതാ കാണുന്നതാണ് ചെമ്മണ്ട അമ്പലം. അതിൻ്റെ വീട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല, അത് പിന്നീട് എടുക്കും. അങ്ങനെ ഇരിഞ്ഞാലക്കുട വഴിയാണിത്. ഇരിഞ്ഞാലക്കുട നിന്ന് പൊറത്തിശ്ശേരി കഴിഞ്ഞിട്ട് ചെമ്മണ്ട. അങ്ങനെ ചെമ്മണ്ട ഇപ്പോൾ പള്ളിയുടെ അടുത്ത് ആയിരുന്നു. കുറച്ചും കൂടി കഴിഞ്ഞാൽ ചെമ്മണ്ട പള്ളിയാണ്. ഇതേ ചെമ്മണ്ട പള്ളി, ഇതാണ് ചെമ്മണ്ട പള്ളി. ഇത് കഴിഞ്ഞാൽ കൊടുന്തറ പാലാണ്. പൊറത്തിശ്ശേരി കഴിഞ്ഞു, ഇനി ചെമ്മണ്ടയായി. ഇനി അടുത്തത് കാർലത്തേക്ക് നമ്മൾ പോവുകയാണ്. കാരണം ഇതാണ് കൊടുന്തറ പാലം. ഇത് ചെമ്മണ്ടയാണ്. ഇത് ഈ പാലം കഴിഞ്ഞാൽ പിന്നെ കാർലാണ്. കാർലത്ത് നമ്മൾ ഒട്ടുമിക്ക കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ആ കൊമരഞ്ചിറ അമ്പലമുണ്ട് അവിടെ. അമ്പലം പോണ വഴിക്ക് കാണിച്ചു തരാം. അവിടെ ഒട്ടുമിക്ക കുറേ സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ആൽബങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം അടുത്ത് മഞ്ജു വാര്യർ ഹാപ്പി ലൂപ്പ് പൂജ നടന്നത് അവിടെയാണ്. പിന്നെ മറ്റേ ജാനകി ജാനെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിജു മേനോൻ്റെ അറബി മൊട്ടക അങ്ങനെ എന്തോ ഒരു പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അടുത്തത് കാർലത്തേക്ക് പോവാണ് നമ്മൾ. ഈ വഴി ഇങ്ങനെ നേരെ കാർലത്തേക്ക്. അതെ, അങ്ങനെ കാർളം കൊമരഞ്ചിറ അമ്പലത്തിൻ്റെ അവിടെ എത്തി. കൊമരഞ്ചിറ അമ്പലത്തിൻ്റെ കവാടമാണിത്. ജാനകി ജാനെ, അതുപോലെ ബിജു മേനോൻ്റെ പടം, പിന്നെ ഒട്ടനവധി ആൽബങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു അമ്പലമാണിത്. ഇത് ജാനകി ജാനയുടെ ആ ജാതിയൊക്കെ നടക്കുന്ന ഒരു കവല കാണിക്കണ്ടായില്ലേ, ആ കവലയാണിത്. അങ്ങനെ പഴുവിൽ പാലം എത്തി. ഇതാണ് പഴുവിൽ പാലം. അങ്ങനെ കാനാടിക്കാവ്, ഇതാണ് കാനാടിക്കാവ് അമ്പലം. കാനാടിക്കാവ് അമ്പലം പെരുങ്ങോട്ടുകരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ അമ്പലം. പെരുങ്ങോട്ടുകരയിൽ 3 അമ്പലമുണ്ട്, പ്രസിദ്ധമായ അമ്പലങ്ങൾ. 1 കാനാടിക്കാവ്, 2 ദേവസ്ഥാനം, 3 അവണങ്ങാട്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്കൊക്കെ വരാം, തിരിച്ചു വരുമ്പോൾ ഇവിടെയൊക്കെ കയറാം കേട്ടോ. എന്ത് ഭംഗിയാണല്ലേ. ഇത് പെരുങ്ങോട്ടുകര ദേവ തിയേറ്ററാണ്. ഇത് അമ്പലത്തിൻ്റെ തിയേറ്റർ തന്നെയാണ്. ദേവസ്ഥാനം അമ്പലത്തിൻ്റെ തിയേറ്റർ തന്നെയാണ് ഇത്. അങ്ങനെ നമ്മൾ ദേവസ്ഥാനം അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റുള്ള മന്ദിരത്തിലെത്തി. ഇതാണ് ദേവസ്ഥാനം അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റുള്ള മന്ദിരമാണിത്. ഇവിടെ വലിയ വലിയ പ്രതിമകളും, പോത്തിൻ്റെ വലിയ പ്രതിമ, ഗരുഡൻ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ അവണങ്ങാട്ട് കവാടത്തിൻ്റെ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കവാടത്തിൻ്റെ അവിടെ എത്തി. ഇനി നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാം. ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ച. നിറച്ച് ചെടികളും പൂക്കളും എല്ലാം കൊണ്ടും ഒരു പ്രത്യേക ഒരു ഐശ്വര്യം ഉള്ളൊരു സ്ഥലം. എന്താണെന്ന് നമുക്കറിയില്ല, ഇവിടെ എത്തുമ്പോൾ നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്. ഗൈസ്,
നമ്മുടെ ആവണങ്കാട്ട് അമ്പലമെത്തി. അപ്പോൾ അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. വാ. ആവണങ്കാട്ട് അമ്പലത്തിൻ്റെ അടുത്തെത്തി. ഇനി നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഉള്ളിലത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ, പുറത്ത് കാണുന്നതിലും ഭംഗിയാണ് അകത്ത്. എന്താ രസമല്ലേ, നല്ല രസമുള്ള കാഴ്ചകൾ. നിറച്ച ആൾക്കാരും നല്ല ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ അമ്പലത്തിൽ ഉള്ളിൽ കയറിച്ചത്. അങ്ങനെ 1 മണിയായി. ഇപ്പം അവിടെ തുള്ളുന്ന ടൈമാണ്. എല്ലാവർക്കും നടക്കുന്ന സമയം. ഈ കാണുന്ന ഊട്ടുപുരയാണ്. അതിൻ്റെ മുകളിലാണ് ഊണ്, ഭക്ഷണം നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ മുകളിൽ കയറി. അവിടെ വിശാലമായ ഒരു ഹാളാണ്, നിറച്ച ആൾക്കാരാണ്. എല്ലാവർക്കും സമൃദ്ധിയായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്കും കിട്ടി. ചോറ്, സാമ്പാർ, ഒരു അച്ചാറ്, പപ്പടം, ഒരു ക്യാരറ്റ് ഉപ്പേരി. ഞങ്ങൾ ആവോളം കഴിച്ചു. നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഭക്ഷണം. അങ്ങനെ ഞങ്ങൾ അടുത്ത അമ്പലത്തിലേക്ക് എത്തി. ഈ അമ്പലത്തിൻ്റെ പേര് ദേവസ്ഥാനം എന്ന് പറയുന്നത്, വിഷ്ണുമായ ദേവസ്ഥാനം അമ്പലം. ഇത് ആവണങ്കാട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അത്രയ്ക്ക് ദൂരമുള്ളൂ. എന്ത് രസമല്ലേ, ഓരോ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചേക്കണ കണ്ടോ. എന്തോ ആദിഗുരു എന്നാ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് ആദിഗുരു എന്നാണ് എഴുതി വെച്ചേക്കണത്. ദേവി എന്ത് ഭീമാകാരമായ പരുന്താണ്. അതിൻ്റെ ആ കാലിൻ്റെ പത്തിര എത്രയ്ക്കുള്ള ഞാൻ അത്ര വലിയ പരുന്താണ് ഉണ്ടാക്കി വെച്ചേക്കണത്. എന്ത് രസമുള്ള കാഴ്ചകളാണെന്നറിയോ. ഇതൊക്കെ നേരിൽ വന്ന് കാണേണ്ട ഒരു കാഴ്ചകൾ തന്നെയാണ്. നമ്മളിവിടെ വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുള്ളൂ. അത്ര രസത്തിലാണ് ഉണ്ടാക്കി വെച്ചേക്കണത്. ഈ കാണുന്ന ശിവപാർവതി എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശിവപാർവതി. ഞാൻ നിങ്ങൾക്ക് ഒരു അമ്പലത്തിൻ്റെ ഉൾക്കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. ഈ അമ്പലത്തിൻ്റെ
അടിപൊളി ആന. നമ്മൾ വിചാരിക്കുന്നത് ഒറിജിനലാണെന്ന്. ഒറിജിനലൊന്നല്ല കേട്ടാ, ഒറിജിനൽ പോലെ ഉണ്ടാക്കി വെച്ചേക്കണതാണ്. ശരിക്കും ഒരു നല്ലൊരു എന്താ പറയാ, നല്ലൊരു കൊമ്പൻ. എല്ലാ അർത്ഥത്തിലും നല്ലൊരു കൊമ്പൻ. ഇവിടെ ചുമരിൽ നല്ല ഫോട്ടോകൾ ഒട്ടിച്ചിട്ടുണ്ട്. അതും പ്രശസ്തരായ ആൾക്കാരെ കൂടെ സ്വാമി, ഇവിടുത്തെ സ്വാമി നിൽക്കുന്ന ഫോട്ടോസുകളാണ്. അതിൽ പ്രശസ്തർ, പ്രമുഖര്, വലിയ നടന്മാർ, രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും ഉണ്ട്. യേശുദാസ്, പിന്നെ മോഹൻലാലുണ്ട്, പിന്നെ ശബരിമല മേൽശാന്തി ശബരിമല മേൽശാന്തി കണ്ടല്. ഇത് മറ്റൊരു അമ്പലം. അവിടുന്ന് ദേവസ്ഥാന അമ്പലത്തിന്റെ അവിടുന്ന് കഷ്ടിച്ചൊരു കിലോമീറ്റർ ഈ അമ്പലത്തിലേക്ക്. അയ്യപ്പൻ വേറൊരു ശിവനും മൂന്നമ്പലങ്ങൾ. ഈ അമ്പലം പ്രത്യേകതയുള്ള നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ച. നല്ല മഴ വരുന്നുണ്ട്. ഇതാണ് അമ്പലം. അങ്ങനെ കുട്ടിച്ചാത്തൻ കാനാടിക്കാവ് അമ്പലം, അതിൻ്റെ ഉള്ളാണിത് കാണുന്നത്. എന്ത് രസാലേ, വലിയ വലിയ തൂണുകൾ. ഇതാണ് കാനാടിക്കാവ് ക്ഷേത്രം. എന്താ രസല്ലേ ഈ അമ്പലം. തൂണുകള്, വിളക്കുകള്, എന്തിനു പറയുന്നത്, അവിടുത്തെ ഓരോ സംഭവങ്ങളും ഒക്കെ ഒന്നിനൊന്ന് മെച്ച. എന്ത് രസത്തിലാ ഈ അമ്പലം പണിതേക്കണത്, നിർമ്മിച്ചേക്കണത്. വലിയൊരു മീനല്ലേ, എന്ത് വലിയ മീനത്. എന്തിട്ട് മീനത്, വലിയ മീൻ. ആമ്പോ കരിമീൻ, കരിമീനൊക്കെ ഉണ്ട്. കരിമീനൊക്കെ ഉണ്ടാ, കരിമീൻ. അപ്പൊ ഗൈസ്, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.